ഒരു കാലഘട്ടത്തിൽ യാത്രകൾ പോലും പാപമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സാഹിത്യ വായനയില്ല, മറ്റ് പബ്ലിക് റീഡിങ്സ് ഇല്ല, അതിന് ബൈബിള് പെർമിഷൻ മാത്രം. ഇല്ല. ഓൺലി ഈ ബൈബിൾ അല്ലെങ്കിൽ ബൈബിൾ ഓറിയന്റഡ് ആയ ബുക്സുകൾ അതെ. അല്ലാതെ മറ്റൊരു പുറം വായന ഇവർക്ക് ഇല്ല. പുറത്തുള്ള പുസ്തകങ്ങളെ കുറിച്ച് അതിനുള്ള പെർമിഷൻ ഇല്ല കുട്ടികൾക്ക്. മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസ്, സ്കൂളുകളിൽ കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളില്ല. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ നശിപ്പിക്കുന്ന ഒരു ഐഡിയയാണിത്. കാരണം ഇവർക്ക് പാപമല്ലാത്തതായിട്ട് ഒന്നുമില്ല. സംഗീതം പാപം, ഈ ഒരു മൂവി കാണുന്നത് പാപം, സ്പോർട്സിന് പോയാൽ അത് പാപം. സ്പോർട്സിനൊക്കെ പോകുമ്പോഴത്തേന് എൻ്റെ ഒരു സൺഡേ സ്കൂൾ ടീച്ചറൊക്കെ പറയുന്നത് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ മറ്റേ യേശു പറയുന്നത്, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ആനന്ദിച്ചിട്ടില്ല, അങ്ങനെ കുറേ വാക്യമൊക്കെ പറഞ്ഞിട്ട്, അപ്പം നിങ്ങളും അവിടെ ഇവിടെയും പോയി കളിക്കാനും ചിരിക്കാനും ഒന്നും പോലും. അപ്പം ബേസിക്കലി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെല്ലാം പാപമാണ്.